കോഴിക്കോട് കൊയിലാണ്ടിയിൽ മണൽ എന്ന വ്യാജേന ലോറിയിൽ കടത്താൻ ശ്രമിച്ച ഡീസൽ GST എൻഫോഴ്സ്മെന്റ് പിടികൂടി. 3000 ലിറ്റർ ഡീസലാണ് പിടികൂടിയത്. പിഴ ഈടാക്കിയ ശേഷം ലോറി MVDക്ക് കൈമാറി. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? ഇന്നലെയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. മാഹിയിൽ നിന്ന് ഡീസൽ വാങ്ങി മുക്കം ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ ലോറി GST എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടിയത്. ടിപ്പർ ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ പ്രത്യേക തരത്തിൽ ഒരു ടാങ്ക് ഉണ്ടാക്കി അതിലായിരുന്നു ഡീസൽ സൂക്ഷിച്ചിരുന്നത്. ഈ ടാങ്കിന്റെ മുകളിൽ മെറ്റൽ നിരത്തി നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റേ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിരുന്നത്. അതായത് ടിപ്പർ ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ പ്രത്യേക തരത്തിലൊരു ടാങ്ക് ഉണ്ടാക്കി അതിന്റെ മുകളിൽ മെറ്റൽ നിരത്തി പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെറ്റലാണ് കൊണ്ടുപോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ വാഹനം ഇവർ സജ്ജീകരിച്ചത്. ഏകദേശം 3000 ലിറ്റർ ഡീസലാണ് GST എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടിയിട്ടുള്ളത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിൽ ഇത് പിടികൂടിയത്. ഡീസൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ടാങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു മീറ്ററും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുക്കം ഭാഗത്തേക്കുള്ള കോഴിക്കോട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്വാറികളിലെ വാഹനങ്ങളുടെ പ്രവർത്തനത്തിനും മറ്റുമാണ് ഡീസൽ കൊണ്ടുപോകുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് കമ്മീഷണർ VP രമേശന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരായ പ്രമോദിന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. വടകര ഭാഗത്തുള്ള വടകര തിരുവള്ളൂർ സ്വദേശികളായ രണ്ടുപേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ പിടികൂടി 3,03,700 രൂപ പിഴ ഈടാക്കിയ ശേഷം വാഹനം വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയാണ് ഉണ്ടായിരുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.